ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏതൊക്കെ ഫീൽഡാണ്? ഇതിൽ പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാന്നുള്ളതാണ്. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടെക്നോളജീൻ്റെ മേഖല. അപ്പോൾ ആ ടെക്നോളജീൻ്റെ ഒരു ബൂം വരുന്നതിനനുസരിച്ച് പുതിയ ഇത് വരുന്നതിനനുസരിച്ച് അതിന് ഓപ്പർച്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നല്ല കോളേജിൽ തന്നെ പോകണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ IITകളും NITകളും ഒക്കെ വരുന്നത്. പല ആളുകളും വിചാരിക്കും എനിക്ക് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോകണോ, കമ്പ്യൂട്ടർ സയൻസ് പോകണോ, മെക്കാനിക്കലാണോ. അത് ഞാനിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അതിനൊന്നും ഇപ്പോൾ ഒരുപാട് പ്രസക്തി ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ നല്ലൊരു ക്യാമ്പസിൽ എത്താന്നുള്ളതാണ്. എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കൂടെ പല ബ്രാഞ്ചുകളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളൊന്നും ഇപ്പോൾ എഞ്ചിനീയറിംഗ് അല്ല ചെയ്യണം. അവരൊക്കെ അവരുടേതായുള്ള പാഷൻ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാം. അതിലിപ്പോൾ ഒരാള് അയാളുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഫിലിം മേക്കിംഗ് ആയിരുന്നു. ഇപ്പൊ അയാള് പൂനെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഫിലിം പഠിപ്പിക്കുന്ന പ്രൊഫസറാ. അതുപോലെ മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയ ആളുണ്ട്, ഓണ്ടർപ്രണേഴ്സ് ആയ ആളുകളുണ്ട്. അതുപോലെ പുറത്ത് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് MBA അങ്ങനെ പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ വലിയ വലിയ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചേതൻ ഭഗത്, രഘുറാം രാജൻ, സുന്ദർ പിച്ചെ പഠിച്ച മെറ്റലർജിയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പസിൽ എത്തിയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ട്രൂ പാഷൻ എന്താണെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനുള്ള എക്സ്പോഷറും ഓപ്പർച്യൂണിറ്റിയും നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റിയും ഒക്കെ ആ ക്യാമ്പസ് നമുക്ക് തരും.